ഹലോ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർഎസ്വിത്തേക്കത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതിനകത്ത് കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷനിൽ, അല്ലേ? അപ്പോൾ പ്രൊട്ടിസ്റ്റയിൽ നമ്മൾ കുറേ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. പ്രൊട്ടിസ്റ്റയിൽ ഓർക്കുന്നുണ്ടോ? കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്നതാണ് സ്ലൈമോൾഡ്, ഡൈനോഫ്ലജലേറ്റ്, യൂഗ്ലിനോയിഡ്സ്, ക്രൈസോഫൈറ്റ്സ്, പ്രോട്ടോസോവൻസ് ഒക്കെ. അതിൻ്റെ പ്രോട്ടോസോവൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അമീബോയിഡ് പ്രോട്ടിസ്റ്റൻസ്, സിലിയേറ്റഡ് പ്രോട്ടിസ്റ്റൻസ്, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ, സ്പോറോസോവൻ എന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്കിയുള്ള ക്രൈസോഫൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സും കൂടെ നമ്മൾ പ്രൊട്ടിസ്റ്റ കിങ്ഡം ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. ക്രൈസോഫൈറ്റ്സിന് ഉദാഹരണങ്ങളാണ് ഒന്ന് ഡയറ്റംസും ഡെസ്മിറ്റ്സ്. ഡെസ്മിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണ ആൽഗി എന്നൊക്കെ പറയും. ഓക്കെ, ഇവർ യെല്ലോ ബ്രൗൺ നിറത്തിലൊക്കെ വരും. അപ്പോൾ ഇവർക്ക് കരോട്ടീൻ, സാന്തോഫിൽസ്, ഹരിതങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പിഗ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ കളറിൽ കാണുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഡയറ്റംസിൻ്റെ കോശഭിത്തി, സെൽവോൾ ആക്ച്വലി രണ്ട് തോട് പോലെ കാണും. അതായത് ഒരു സോപ്പ് പെട്ടിക്കകത്ത് സോപ്പ് ഇട്ട് വെക്കുന്ന ഒരു ഫീല് നമുക്ക് കാണുമ്പോൾ ഉണ്ടാവും. അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഇവരുടെ കോശഭിത്തിക്ക് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോശഭിത്തി സെൽവോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്ക നിർമ്മിതമാണ്. സിലിക്ക വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇവ ഫ്രഷ് വാട്ടറിലും മെറൈൻ ഹാബിറ്റാറ്റിലും ഉണ്ട്. അതായത് ശുദ്ധജലത്തിലും സമുദ്രജലത്തിലും ഇവ കാണുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കോശഭിത്തി സെൽവോൾ എങ്ങനെയാണ്, എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സിലിക്ക നിർമ്മിതമാണ്, അല്ലേ? അപ്പോൾ സിലിക്ക എന്ന് പറഞ്ഞൊരു ഇൻഡിസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള, അതായത് നശിച്ചു പോകാൻ ഇല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ കുറേ ലാർജ്, ഒത്തിരി സിലിക്കൺ നിർമ്മിതമായതുകൊണ്ട് തന്നെ കുറേ നാൾ ഇതിങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ അടിഞ്ഞുകൂടി ഇരിക്കുമ്പോഴത്തേക്കും ഇത് നശിച്ചു പോകത്തില്ലല്ലോ. അപ്പോൾ ആ മണ്ണിന് ഇങ്ങനെ നശിക്കാതെ ഇരുന്നത് ഒരു ഡയറ്റമേഷ്യസ് എർത്ത് അല്ലെങ്കിൽ ഡയറ്റമേഷ്യസ് മണ്ണ് പോലെ എന്ന് നമ്മൾ പറയും. കാരണം മണ്ണിനകത്ത് മൊത്തം ഈ സെൽവോൾ ഡെപ്പോസിറ്റ്സ് ഇങ്ങനെ കിടക്കുക സിലിക്കയുടെ. അപ്പോൾ അതിന് നമ്മൾ ഡയറ്റമേഷ്യസ് എർത്ത് അല്ലെങ്കിൽ ഡയറ്റമേഷ്യസ് മണ്ണെന്ന് പറയും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ഡയറ്റമേഷ്യസ് എർത്ത് അല്ലെങ്കിൽ ഡയറ്റമേഷ്യസ് മണ്ണ് ഒരുപാട് വാല്യൂ ഉള്ളതാണ്. കാര്യം നമ്മളത് ഈ മണ്ണ് ഉപയോഗിച്ച് ഈ ഓയിൽ അതുപോലെ തന്നെ സിറപ്പിനൊക്കെ ഫിൽറ്റർ ചെയ്യാനും പോളിഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഡയറ്റംസിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബയോഫ്യൂവലാണ്. അതായത് ജൈവ ഇന്ധനമായി ഉപയോഗിക്കാറുണ്ട്. ബയോഫ്യൂവലായിട്ട് ഡയറ്റംസിന് ഉപയോഗിക്കാറുണ്ട്. സോ അത്രയാണ് ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് ഡൈനോഫ്ലജലൈറ്റ്സ് ആണ്. സോ പേര് പോലെ തന്നെ രണ്ട് ഫ്ലജലൈറ്റ്സ് ഉണ്ട്, രണ്ട് ഫ്ലജല്ല ഉണ്ടാവും. ഇവർക്ക് സ്വയം ആഹാരം പാകം ചെയ്യാൻ ഉള്ള കഴിവുണ്ട്. ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിനുള്ള കഴിവുണ്ട്. ഇവ ഏതൊക്കെ നിറത്തിലാണ് കാണുന്നതെന്ന് അറിയാമോ? റെഡ്, ഗ്രീൻ, ബ്രൗൺ ഒക്കെ കളറിലുണ്ട്. അതായത് മഞ്ഞ, പച്ച, തവിട്ട്, നീല, ചുവപ്പ് നിറങ്ങളിലൊക്കെ കാണാം. പിന്നെ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ കോശഭിത്തി സെൽവോള് രണ്ട് ഫ്ലജല ഉണ്ടെന്ന് പറഞ്ഞു. ഒരെണ്ണം ലോഞ്ചിറ്റ്യൂഡലായിട്ടും മറ്റേത് ട്രാൻസ്വേഴ്സലായിട്ടും ഒരു ഫൂറോയിൽ ബിറ്റ്വീൻ ദ വാൾ പ്ലേറ്റ്സിലായിട്ടാണ് കാണുന്നത്. കോശഭിത്തി പാളികൾ, വിടവുകളുണ്ട്. വിടവുകളിൽ നിടുക്കയും കുറുകയുമായിട്ട് കാണുന്നു. ഇതിങ്ങനെ മനസ്സിലാക്കുക. അതായത് രണ്ട് ഫ്ലജലയുണ്ട്. ആ ഫ്ലജല എങ്ങനെ കാണുന്നു? ഒരെണ്ണം ലോഞ്ചിറ്റ്യൂഡലായിട്ടും മറ്റേത് ട്രാൻസ്വേഴ്സലായിട്ടും ഒരു കുഴിക്കകത്ത് ഇങ്ങനെ രണ്ട് പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്കായിട്ടാണ് കാണുന്നത്. പിന്നെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചുവന്ന തിരമാലകൾ, റെഡ് ടൈഡ്സ്. ഇവയിൽ വരുന്ന രണ്ട് എക്സാമ്പിൾസ് ഒന്ന് ഗോണിയോലാക്സും ജിംനോഡിയം. അതായത് ഇവർ തുടർച്ചയായിട്ട് വിഭജിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ സമുദ്രജലത്തിൽ ചുവപ്പ് നിറം ഉണ്ടാകുന്നു. ഒത്തിരി ഇങ്ങനെ ഇതാകുമ്പോഴത്തേക്കും ചുവപ്പ് നിറമാവുന്നു. അപ്പം ഈ തിരമാലകൾ, ഈ ടൈഡ്സ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് റെഡ് കളറും കൂടെ വരുന്നതുകൊണ്ട് ചുവന്ന തിരമാലകൾ പോലെ നമുക്ക് തോന്നും. സോ റെഡ് ടൈഡ്സ് ഉണ്ടാക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. പിന്നെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഒന്നിച്ച് ഇങ്ങനെ ആകുമ്പോഴത്തേക്കും
ഇവർ വിഷവിത്തുകൾ ഉൽപ്പാദിപ്പിക്കും, ടോക്സിൻസ് റിലീസ് ചെയ്യും ലാർജ് നമ്പേഴ്സ് ആകുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ടോക്സിൻസ് എന്ന് പറയുന്നത്, ഈ വിഷവിത്തുകൾ എന്ന് പറയുന്നത് ഇവർക്ക് സമുദ്രത്തിലെ മത്സ്യം പോലെയുള്ള ജീവികൾക്ക് നാശത്തിന് കാരണമാകുന്നു. ദേ ക്യാൻ കിൽ മെറൈൻ ആനിമൽസ് ലൈക്ക് ഫിഷസ്. അത്ര ടോക്സിൻ, കാരണം ഒത്തിരി ഈ ഒരുപാട് നമ്പർ ഒന്നിച്ച് കൂടി വരുമ്പോൾ ഈ വിഷം ഇത്തിരി കൂടുമ്പോൾ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു ടോക്സിക് ഇഫക്റ്റ് വരുന്നത്. പിന്നെ ഈ കോശത്തിന് സംരക്ഷിച്ചൊരു കട്ടിയുള്ള തീക്കായി കാണുന്നുണ്ട്. സെൽ വോളിന് ഒരു സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ് ഓൺ ദ ഔട്ടർ സർഫസിൽ കാണുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകിച്ച് ബയോലൂമിനൻസ് സീൻ ഇൻ നോക്റ്റിലുക്ക. എല്ലാത്തിലും ഇല്ല, നോക്റ്റിലുക്ക എന്ന് പറഞ്ഞ ഒരു മെമ്പറിൽ ബയോലൂമിനൻസ് അവർ എക്സിബിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജൈവദീപ്തി പ്രകടിപ്പിക്കാൻ കഴിവുണ്ട്. ഏതിന്? നോക്റ്റിലുക്കയ്ക്ക്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലൈമോൾഡ്സിനെ കുറിച്ചാണ്. സ്ലൈമോൾഡ്സിൻ്റെ പ്രത്യേകത ഇവ ശവോപജീവികളാണ്, സാപ്രോഫൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ സാപ്രോഫൈറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇവർ ഏർലിയിൽ ഇവർ ഫഞ്ചൈ ഗ്രൂപ്പിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനെ പ്രൊട്ടിസ്റ്റ് ആക്കി തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി അനുകൂല സാഹചര്യത്തിൽ, അതായത് ഫേവറബിൾ കണ്ടീഷൻസിൽ അവരെന്ത് വെച്ചാൽ അവരൊരു അഗ്രിഗേറ്റ് ആയിട്ട് അവർ പ്ലാസ്മോഡിയം രൂപത്തിൽ വരും. അതായത് അനുകൂല സാഹചര്യത്തിൽ ഒരു രൂപം പ്രത്യേക അതായത് പ്ലാസ്മോഡിയം എന്ന രീതി എല്ലാം കൂടെ കൂടിച്ചേർന്ന് പ്ലാസ്മോഡിയം എന്ന രൂപത്തിൽ ആയി മാറുന്നു. പ്ലാസ്മോഡിയം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പ്രോട്ടോസോയിൻസിൽ, അതല്ല, ആ ഒരു സ്ട്രക്ചർ അങ്ങനെ ആവുമെന്നാണ് പറയുന്നത്. പിന്നെ അൺഫേവറബിൾ കണ്ടീഷനിൽ, പ്രതികൂല സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ പ്ലാസ്മോഡിയം എന്ത് ചെയ്യും? മാറിയിട്ട് ഒരു ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് മാറും. ഈ ഫ്രൂട്ടിംഗ് ബോഡിയുടെ ടിപ്പിലായിട്ട് സ്പോർസ് ഉണ്ടാവും, രേണുക്കളുണ്ടാവും. രേണുക്കളാണ് കേട്ടോ, രേണുക്കൾ, സ്പോർസ്, രേണുക്കൾ. ഈ സ്പോർസ് എന്നീ കാറ്റിലൂടെയാണ് പറന്നു പോകുന്നത്. ഈ രേണുകൾക്ക് പ്രത്യേകതയുണ്ട്. അതായത് ഇവർ പ്രതികൂല സാഹചര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അനേക വർഷത്തോളം ഇവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അവരിങ്ങനെ നിലനിർത്തും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്പോർസിന്, രേണുകൾക്ക് എന്താ ഉള്ളത്? ട്രൂ വാൾസ് ഉണ്ട്. ദേ ആർ റെസിസ്റ്റൻറ്റ്, സർവേ ഫോർ മെനി ഇയേഴ്സ് ഈവൻ അണ്ടർ അഡ്വേഴ്സ് കണ്ടീഷൻസ്. സ്പോർസ് എങ്ങനെയാണ്? കാറ്റിലൂടെയാണ് ഡിസ്പേഴ്സ് ആകുന്നത്, ഡിസ്പേഴ്സ് ബൈ എയർ കറൻസ്. സോ അടുത്ത ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത് എന്താണ്? യൂഗ്ലിനോയിഡ്സ് ആണ്. ഓക്കെ, ഈ യൂഗ്ലിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലിനേഴ്സ് ഉള്ളപ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ പ്രശ്നമാണ്. കാര്യം ഇവർ ആനിമൽസ് ആണോ പ്ലാന്റ്സ് ആണോ എന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ഒരു കൺഫ്യൂഷനുള്ള ഇതാണ്. ഇപ്പോൾ യൂഗ്ലീന പ്രൊട്ടിസ്റ്റ തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് വേണമെങ്കിൽ മാറാമെന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം ഇവർ ചെടികളും അതുപോലെ തന്നെ ജന്തു എന്നും നമ്മൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ചെടികൾ ഗ്രൂപ്പിലേക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പിഗ്മെൻറ്റ്സ് ഉണ്ട്, ഹരിതങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഹരിതങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആഹാരം പാകം ചെയ്യാൻ പറ്റും. പ്രകാശ സംശ്ലേഷണത്തിന് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് ആനിമൽസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഫ്ലജല്ല ഉണ്ട്. അപ്പോൾ ഫ്ലജല്ല ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ജന്തുവായിട്ടും പരിഗണിക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഈ യുഗ്ലിനോയിഡിന് കോശഭിത്തിക്ക് പകരമായിട്ട് മാംസനിർമ്മിതമായി പെല്ലിക്കൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഇവരുടെ സെൽവോളല്ല, സെൽവോളിന് പകരമായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് സെൽവോൾ ദ ബോഡി കവേർഡ് വിത്ത് പെല്ലിക്കൽ. ഇറ്റ് ഈസ് എ പ്രോട്ടീൻ റിച്ച് ലെയറാണ്. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ സൺലൈറ്റ് ഉള്ള സമയത്ത്, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇവ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്നു, ഫോട്ടോസിന്തറ്റിക് ആവുന്നു. ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് അവർക്ക് സ്വന്തം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. എന്നാൽ സൂര്യപ്രകാശം ഇല്ലാത്ത സമയത്ത് ഇവ പരഭൂഷമായി പ്രവർത്തിക്കുന്നു. അതായത് ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് എന്താണ്? ഹെട്രോട്രോപ്സ് ആയിട്ട് മറ്റാരെങ്കിലും ഫീഡ് ചെയ്തിട്ട് അവർ കഴിക്കുന്നു. ഓക്കെ, അതൊരു യുണീക്ക് ഫീച്ചർ, പ്ലാന്റ് ഫീച്ചറാണ്, ആനിമൽ ഫീച്ചറാണ് അല്ലേ.
പിന്നെ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് യുഗ്ലീനോയിഡ്സ് കാണപ്പെടുന്നത്. ദേ ആർ ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ, സ്റ്റാഗ്നൻറ്റ് വാട്ടർ, കെട്ടിക്കിടക്കുന്നത് വെള്ളത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ കിങ്ഡം പ്രൊട്ടിസ്റ്റ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. 2 വീഡിയോ ആയിട്ടാണ് ഞാൻ കിങ്ഡം പ്രൊട്ടിസ്റ്റ പറഞ്ഞത്. നേരത്തെ പ്രോട്ടോസോവൻ എന്ന രീതിയിൽ 4 ക്ലാസിഫിക്കേഷൻ, അമീബോയിഡ്, സിലിയേറ്റഡ്, ഫ്ലജലേറ്റഡ്, സ്പോറോസോൻ എന്ന് പറഞ്ഞു. ഈ വീഡിയോയിൽ കിങ്ഡം പ്രൊട്ടിസ്റ്റേനെ ഫുള്ളായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക.